എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇജാസ് വിസ തട്ടിപ്പുകാരനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ എനിക്കെതിരെ വീഡിയോയുമായിട്ട് ഇജാസ് വിസ തട്ടിപ്പുകാരൻ വന്നിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കേട്ടു നോക്കാം. ഇതാണ് ആ വീഡിയോ. എൻ്റെ ഫോട്ടോ ഒക്കെ തപ്പി പെറുക്കി ഒരു 3 ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് വീഡിയോ തുടങ്ങുന്നത് തന്നെ. ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കണ്ടിരിക്കും. അപ്പം അങ്ങനെയുള്ള കുറെ യൂട്യൂബേഴ്സ് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. അതായത് അവരെ ബിസിനസിനെ നല്ല രീതിയിൽ ബാധിക്കുന്നു. കാരണം നമ്മൾ ജെന്യൂൻ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നത് കാരണം ഇവരെ ബിസിനസിനെയൊക്കെ നല്ല രീതിയിൽ ബാധിക്കുന്നത് കാരണം ഇവരൊക്കെ നമുക്കെതിരെ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു എവിഡൻസും ഇല്ലാത്തുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനുള്ള ആൻസർ ഞാൻ റഷ്യൻ ലാംഗ്വേജിലാണ് ഇവർക്ക് കൊടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പറയുന്നത് അപ്പോ അത് ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. അന്യ സാധനമാക്കിട്ട് അപ്പൊ അതിനുള്ള ആൻസർ നീ റഷ്യ തന്നെ എനിക്ക് നീ തരണം കേട്ടോ. покажет меня доказательства так что я украл 1 крор. Тебе YouTube channel ты уже сказал. YouTube я понял. Нужно доказательства. അപ്പോ എനിക്ക് അതിനുള്ള ആൻസർ നീ തന്നിരിക്കണം. ഇവൻ പറയുന്ന മലയാളം തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇവൻ പറയുന്ന റഷ്യൻ എങ്ങനെ മനസ്സിലാവാൻ വേണ്ട? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവൻ പറയുന്നത് എന്തെങ്കിലും കോപ്പ് മനസ്സിലാവുന്നുണ്ടോ? അതും ബാക്കി കേൾക്കാം. ഞാൻ നിന്നോട് റഷ്യയിൽ ചോദിച്ചു. നീ റഷ്യയിൽ കുറെ വർഷമായിട്ട് റഷ്യയിലുള്ള ഒരാളല്ലേ. അപ്പൊ നിന്നോട് ഞാൻ റഷ്യയിൽ ചോദിച്ച ഈ ചോദ്യത്തിനുള്ള ആൻസർ അന്യ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടോ വന്നേക്കുന്നത്. ഇജാസിന്റെ ഇന്നത്തെ ചോദ്യം ഇട്ടാണ് റഷ്യൻ സംസാരിക്കണം. എന്തായാലും നീ മലയാളം പറഞ്ഞുകൊണ്ട് കാര്യം മനസ്സിലാവുന്നുണ്ട്. സംസ്കൃതം വല്ലതാണോ? അപ്പോ അതിനുള്ള ആൻസർ നീ തന്നിരിക്കണം. എടാ, ആദ്യം നീ പറയുന്നത് മനസ്സിലാവാതെ എങ്ങനെ നമ്മൾ ആൻസർ തരും? നീ പറയുന്നത് റഷ്യനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ പറയുന്നത് മലയാളം തന്നെ മനസ്സിലാവുന്നില്ല. ഈ കേൾക്കുന്ന ആർക്കെങ്കിലും പറഞ്ഞ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് കേട്ടു വെക്കാം. വൻ കോമഡിയാ. 10 ദിവസം കൊണ്ട് റഷ്യയിൽ ആർക്കും പുറത്തുനിന്ന് വരുന്നുള്ള എല്ലാവർക്കും, അതായത് റഷ്യൻ വൈന ബില്ലത്ത് കിട്ടും. അതുപോലെ തന്നെ ഈ പൊട്ടനെ ഞാൻ പറയുന്ന മനസ്സിലാക്കാൻ പോലുമായിട്ടുള്ള ബോധം പോലെ അതിനകത്ത് എഴുതിയിരിക്കും റഷ്യൻ സിറ്റിസൺഷിപ്പ് ആയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടും. വരുന്ന എല്ലാവർക്കും എടുത്തു വെച്ച് കൊടുക്കുക എന്നല്ല പറഞ്ഞേ. പൊട്ടിന് കടലിടുന്നതിന് വിട്ട് ഇവൻ വെറും മണ്ടനാണെന്നാ തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ സിറ്റിസൺഷിപ്പ് ഉള്ള ആൾക്കാർക്ക് 27 വയസ്സിൽ പ്രായമുള്ള ആൾക്കാർക്ക് ഇപ്പം ഈ 2024 നിയമപ്രകാരം നമുക്ക് പോയിട്ട് റഷ്യയിൽ പോയി നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇവൻ പറഞ്ഞാൽ ഇവൻ 6 മാസം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഇതൊന്നും ഇല്ല. ഒന്നാമത്തെ കാര്യം. അങ്ങനെ ഇവനാണ് വയാന ബില്ലറ്റ് കാണിച്ചില്ലേ? ഞാൻ നിങ്ങളോട് ഏറ്റവും വലിയ ഇത് പറഞ്ഞുതരാം. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഇവൻ ബാക്ക് പേജാണ്, എൻ്റെ ഫ്രണ്ട് പേജ് കാണിക്കുക. അതായത് നമ്മുടെ നാട്ടിൽ നമുക്ക് ആർമിയിൽ ജോലി കിട്ടിയെന്ന് വെച്ചോ. ജോലി കിട്ടി നമ്മൾ ട്രെയിനിങ്ങിന് വിടും. അതായത് 1 കൊല്ലത്തെ ട്രെയിനിങ്, മനസ്സിലായി. ഏതെങ്കിലും പഞ്ചാബിലോ അല്ലെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും. ഇവിടെ അങ്ങനെ വിട്ട എന്തെങ്കിലും സാധനം ഉണ്ട്? അങ്ങനത്തെ ഒരു സാധനം ഇല്ല. ഇവൻ പോയിട്ടില്ല. അതാണ് സത്യാവസ്ഥ. ഞാൻ ഇനി ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് മറ്റേ ഈ വയാന ബില്ലറ്റിൻ്റെ ഈ സൈറ്റിൽ നിന്ന് എടുത്ത എൻ്റെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തതും എൻ്റെ റഷ്യനിലും ഞാൻ വെക്കാം. റഷ്യനിൽ വെക്കാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിഡൻസിന് വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ റഷ്യനിലുള്ള സാധനം വെക്കുന്നത്. അപ്പോൾ ഞാനത് അതിനകത്ത് എഴുതിയിട്ടുണ്ട് 10 ദിവസം കൊണ്ട് നമുക്ക് കിട്ടും ഈ സാധനം. അത് നമ്മളൊന്നും ആർമിയിലോട്ട് എടുക്കത്തില്ല. കാരണം ഇവരുടെ രഹസ്യങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ ചോരുമെന്ന് പറഞ്ഞിട്ട് റഷ്യൻ സിറ്റിസൺ അങ്ങനെയാണ് ഇവിടെ വന്ന് ഏതെങ്കിലും എടുത്തിട്ട് റഷ്യയുടെ വേറെ രാജ്യക്കാർ വന്നിട്ട് അവരുടെ ഇത് സാധനങ്ങളിലോട്ട് കയറത്തില്ല. അവർ ആർമിയിലെ എല്ലാ സാധനങ്ങളും അറിയാനും കൊടുക്കാനും വേണ്ടി ശ്രമിക്കത്തില്ല. അവരങ്ങനെ ചെയ്യും. ഇവരുടെ പൊട്ടന്മാരാണോ? അങ്ങനെ സാധനമൊന്നുമില്ല. ഇവൻ വെറുതെ ചുമ്മാ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ ഇരുന്നങ്ങ് പറയുന്നതാണ്. ഞാൻ എന്തായാലും ഞാനിപ്പോൾ ഉടനെ തന്നെ കൊടുക്കാം കേട്ടോ. ഞാൻ ഒന്നുകൂടെ കൊടുക്കാം. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് ഇത് ചെയ്തിട്ട് പൗസ് ചെയ്തിട്ട് നിങ്ങളത് വായിച്ചു നോക്കുക കേട്ടോ നന്നായിട്ട്. അപ്പോൾ അതിനകത്ത് തന്നെ എല്ലാ കാര്യവും കൊടുത്തിട്ടുണ്ട്. ഇവൻ എന്നിട്ട് വേറെ എന്തോ റഷ്യൻ ഏതോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ അടുക്കലോട് അത് റഷ്യക്കാരെ കുറിച്ചുള്ളതാണ്, അല്ലാതെ നമ്മളെക്കുറിച്ചൊന്നും ഉള്ള സാധനമൊന്നുമില്ല. ഇവൻ്റെ ഒരു പൂക്കച്ചോടെ അറിയത്തില്ല. വെറും പൊട്ടനാണ്, മണ്ടനാണ് ഇവൻ, വെറും പരമണ്ടൻ കേട്ടോ. നിന്റെ കുറെ സുഹൃത്തുക്കളെ റഷ്യൻ ആർമിയിൽ ജോയിൻ ചെയ്യുന്ന കുറെ സുഹൃത്തുക്കളെ നിനക്ക് അറിയാമെന്ന് പറയുന്നുണ്ട്. അപ്പം നീ ഒന്നാമത്തെ ഒരു പക്ക ഫ്രോഡ്. അതായത് എൻ്റെ സുഹൃത്തുക്കളെന്ന് പറഞ്ഞ് ഇവിടെ ഉള്ള എൻ്റെ റഷ്യക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അതായത് 18 വയസ്സ് കഴിഞ്ഞാൽ 18 വയസ്സ് തൊട്ട് 27 വയസ്സ് വരെ ഇതിനായിട്ടില്ല. കാരണം അവർ പഠിക്കുന്നവരായിരിക്കാം. പഠിത്തം കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് ആർമിയിൽ ജോലി. 18 വയസ്സ് കഴിഞ്ഞിട്ട് അവർക്ക് പോയിട്ട് ചേരാം. അല്ലെങ്കിൽ 23, 24 വയസ്സിലും ജോയിൻ ചെയ്യാം. അതിൻ്റെ ടൈമാണ് ഞാൻ പറഞ്ഞത്. 27 വയസ്സ് വരെയുള്ള സമയമുണ്ട്. എൻ്റെ സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ റഷ്യയിലുള്ള എൻ്റെ സുഹൃത്തുക്കളാണ്, അല്ലാതെ വേറെ ആരും ഉള്ള പൊട്ട മണ്ടൻ. ഒറ്റൊരു കാരണം, ഫസ്റ്റത്തെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ സുഹൃത്തുക്കൾ കുറെ ആൾക്കാർ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നീ പറയുന്നു. അതെ, എന്റെ റഷ്യക്കാരെ അറിയാം. അപ്പൊ നീ കൊണ്ടുവന്നിട്ടാണ് ഇങ്ങനെയുള്ള ഈ ഒരു കൊണ്ടുവന്നതെന്നുള്ള ഇതിന്റെ ഒരു തെളിവായിട്ടാണ് നീ അപ്പൊ അത് പറഞ്ഞിട്ടുള്ളത്. എന്തു ഇവൻ പറയുന്നതെന്ന് പോലും അറിയത്തില്ല.
എടാ നീ പറയുന്നത് റഷ്യൻ മനസ്സിലാകുന്നില്ല, മലയാളം മനസ്സിലാകുന്നില്ല, എന്നാടാ നീ പറയുന്നത്? എന്തെങ്കിലും മനസ്സിലാവുന്ന രീതിയിലെങ്കിലും ഒന്ന് പറ. മനുഷ്യൻ സംസാരിക്കുന്നതിൽ ഒന്ന് സംസാരിക്കുക. തന്നെ നിന്റെ വായിൽ തന്നെ ആ വാക്ക് വരുന്നുണ്ട്. പിന്നെ 1 കോടി ഞാൻ പറ്റിച്ചു എന്നുള്ളതിന്റെ തെളിവും കൂടി നീ എനിക്ക് കാണിച്ചു തരണം. അത് ഞാൻ നിന്നെ അതൊക്കെ വെല്ലുവിളിക്കുകയാണ്. പുറകെ വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടല്ലേ പിന്നെ നമ്മൾ നീ ഈ കുറെ ചാനൽ, അതിന് വേണ്ടിയിട്ടാണ് ഈ ചാനൽ തുടങ്ങിയിട്ടിരിക്കുന്നത് തന്നെ. തെളിവ് വരും. തെളിവ് വരുമ്പോഴത്തേനും അതിൻ്റെ ബാക്കിയുള്ള എല്ലാ നിന്റെ ഡോക്യുമെന്റ്സ് സാധനങ്ങളും കയ്യിലുണ്ട്. നീ പറ്റിച്ച ആൾക്കാർ, അല്ല ഞാൻ ആലോചിക്കുന്നുണ്ട്, ഈ മണ്ടൻ ഈ പൊട്ടൻ്റെയൊക്കെ എടുത്ത് ആരെ കൊണ്ട് ഈ പൈസ കൊടുത്തത് ഞാനീ ആലോചിക്കുന്നത്. തീരെ ബോധമില്ലാത്ത ആൾക്കാർ. അതിനിടയ്ക്ക് ഇവൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഏജന്റാണ്. ഞാൻ ഏജന്റാണ്, എനിക്ക് പണി ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? എൻ്റെയും ബിസിനസ്സിനെ ബാധിക്കത്തില്ലേ? ഞാൻ ഏജന്റൊക്കെയാണെന്ന് പറഞ്ഞു. നിങ്ങൾ എടുക്കൊന്നിട്ട് വന്ന് പറയുന്നതാണ് ഞാൻ ഏജന്റാണ്. ഇനി ഞാനിവിടെ പണിയെടുത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇവൻ തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് നടന്ന്, അതുപോലെ ഇവന്റെ ഈ വർത്താനമൊക്കെ ആയിട്ട് ഏത് ആൾക്കാരാണ് ഞാൻ ഈ ആലോചിക്കുന്നത്? ഈ മണ്ടന്റെയൊക്കെ വർത്താനം കേട്ടുകൊണ്ട് കാശ് കൊണ്ട് കൊടുക്കുന്നേ ചില്ലറ പൈസ വല്ലതും ആണോ നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കുന്നേ? കേൾക്കാം നമുക്ക് ഇതിൽ മുന്നോട്ട്. വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നീ പറയുന്നുണ്ട്. അപ്പൊ അതിനുള്ള ഇവനെ എന്റെ വീഡിയോ ഒന്ന് എടുത്തിട്ട് ഇതുപോലെ കൊണ്ട് കാണിച്ചിട്ട് ചെയ്തില്ല, കാരണം റീച്ച് കിട്ടും, മനസ്സിലായോ? അത് ചെയ്യത്തില്ല, കാരണം ആൾക്കാർ അറിയുമല്ലോ ഇവന്റെ തട്ടിപ്പിന്റെ സാധനം. അതുകൊണ്ട് അവനത് ഒരിക്കലും ചെയ്യത്തില്ല. എന്നെ ഉടായിപ്പാന്നറിയാവോ ഇവൻ? നീ എനിക്ക് കേൾക്കാം തരണം. ബാക്കി. അപ്പൊ എന്നോട് ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ ഞാൻ എന്നോട് റഷ്യൻ ലാംഗ്വേജിൽ ചോദിക്കുകയാണ്. എന്റെ പൊന്നു മോനെ അതായത് ചോദിക്കില്ല റഷ്യൻ. ഇതുവരെ എനിക്ക് നീ പറയുന്ന മലയാളം തന്നെ മനസ്സിലാവുന്നില്ല, പിന്നെ റഷ്യൻ ഞാൻ എങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്? ഇനി വല്ല റഷ്യക്കാരൊക്കെ അവർ റഷ്യക്കാർക്കും അറിയത്തില്ല, നീ എനിക്ക് മനസ്സിലാവും, പിന്നെ അവർക്ക് എങ്ങനെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്? ഒരു മലയാളം തന്നെ നീ നന്നായിട്ടൊന്ന് പറയാൻ വേണ്ടി നീ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയില്ല, ഒന്ന് പറഞ്ഞ് പഠിക്ക്. ആർക്ക് വന്നു കഴിഞ്ഞാലും പുറത്തു രാജ്യത്തു നിന്നുള്ള സിറ്റിസൺ ഉള്ള ആളുകൾ റഷ്യയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റഷ്യൻ ആർമിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് നീ പറയുന്നുണ്ട്. 10 ദിവസത്തിനുള്ളിൽ അവന് റഷ്യൻ ജോയിൻ ചെയ്യും. ഇവനെ ഇവൻ പൊട്ടനാ. ഇവന് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനോ അല്ലെ കേൾക്കുന്നതോ ഒരു കാര്യങ്ങളൊന്നുമില്ല. അതിനകത്ത് റഷ്യൻ സിറ്റി എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം. അതൊന്നും കാണിക്കുന്നില്ല ഇവനതൊന്നും ഇല്ലാതെ. ഇവൻ എൻ്റെ വീഡിയോ ഒന്നും കാണിക്കാതെ എടുക്കാതെ ആൾക്കാർ എടുക്കുക വന്നിട്ട് ഇങ്ങനെ കിടന്നിട്ട് എൻ്റെ 2 ഫോട്ടോയും എടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൊടുക്കും. സാധനം കൊള്ളാൻ കണ്ടോ, ഇടുമായിട്ടുണ്ട്. ആ സാധനവും കൊടുത്തിട്ട് ഇവൻ വന്നിട്ട് വീഡിയോ ചെയ്യുകയാണ് ആൾക്കാരുടെ ഫ്രണ്ടിൽ വന്നിട്ട്. നീ എൻ്റെ വീഡിയോ കാണിക്കല്ലേ, ആ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, എന്നിട്ട് അവർ കാണേണ്ടത്, എന്നിട്ട് അവർ പറയട്ടെ. അല്ലാതെ ഈ റഷ്യൻ ആർമിയിൽ ആളെ എടുക്കുന്നതിൻ്റെ കാര്യം ഞാൻ അവരുടെ റഷ്യൻ സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് ബയാനബിലിറ്റി വേണമെന്നുണ്ട്, അവർക്ക് പോയിട്ട് എടുക്കുക എന്നുള്ളതില്ല. അത് 10 ദിവസം കൊണ്ട് കിട്ടും. അതാണ് ഞാൻ ഈ പൊട്ടനോട് പറയുന്നത്. ഇവനൊന്നുമില്ല, നിങ്ങൾ ഇവനെ ഒന്നും വിശ്വസിക്കരുത്. ഇവനെ കണ്ടാലേ അറിയത്തില്ലേ പക്കാ ഫ്രൂഡും മണ്ടനുമാണെന്നുള്ള കാര്യം. ഇവൻ്റെ കയ്യിലൊക്കെ കൊണ്ടിട്ട് നിങ്ങൾ ഇത്രയും പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്ത് എങ്ങനെ ഇവനെ വിശ്വസിച്ച് എനിക്കറിയത്തില്ല ഈ ആൾക്കാർ ഇത്രയും പേര് വരുന്നതെന്ന് ഞാൻ ആലോചിക്കും. നീ മണ്ടനെയൊക്കെ ഇവനെ കണ്ടാൽ അറിയത്തില്ലേ ഒരു പൊട്ടനാന്നുള്ള കാര്യം? അതും പൊട്ടത്തരം പറയുന്ന ഒരു തേങ്ങ നമുക്ക് പറയുന്നുള്ള കാര്യം. എന്നിട്ട് അവൻ അപ്പൊ തന്നെ വയ്യന്ന ബില്ലത്ത് എന്ന് പറഞ്ഞ, അതായത് വാർ ടിക്കറ്റ് കിട്ടുമെന്നും നീ പറയുന്നുണ്ട്. നീ എന്റെ പൊന്നടാ മണ്ട, നീ പറയല്ലേ റഷ്യൻ ഒന്നും മനസ്സിലാവുന്നില്ല. നീ മലയാളത്തിൽ പറ, എങ്ങനെയെങ്കിലും എനിക്ക് കുറച്ചെങ്കിലും ഒക്കെ ആയിട്ട് മനസ്സിലാക്കാനെങ്കിലും പറ്റൂ. റഷ്യൻ ഒട്ടും മനസ്സിലാവുന്നില്ല. മലയാളം തന്നെ ബുദ്ധിമുട്ടിയായി നിന്റെ മനസ്സിലാക്കുന്നത്. എനിക്കിത് കേൾക്കുമ്പോൾ സംസ്കൃതമായിട്ടും തോന്നില്ല, ഏതോ പുരാതന കാലത്തെ ഗോത്രഭാഷയെ കണ്ടെന്ന് തോന്നുന്നത് റഷ്യനാണ്. എന്നിട്ട് ഇതിനകത്തൊന്നും റിപ്പോർട്ടർ ഇതൊക്കെ തന്നെ ഇരുന്ന് പറയുന്നത്. എന്നോട് ഇതൊക്കെ ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഏതോ ഒരു ഞാനിട്ട സാധനം പോലത്തെ ഒരു സാധനം സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ഇട്ടേക്ക് അതുപോലത്തെ. എടാ കണ്ടാ നീയാന്നുള്ള കാര്യം അറിയാം. പക്കാ ഫ്രോഡ്, നാട്ടുകാരെ പറ്റിച്ചിട്ട് ജീവിക്കുന്നത്, മനസ്സിലായോ? ഈ വിസ തട്ടിപ്പ് നടത്തിയിട്ട് ഇവിടെ ജീവിക്കുന്നത്. എന്നിട്ടാണ് ഈ വർത്താനമൊക്കെ. ഈ ദൗർബല്യം മുതലാക്കി വരുന്ന ചില ഏജന്റുമാരാണ് ഇവന്മാർ. ഇതിനൊക്കെ ആൻസർ ഞാൻ ഏജന്റ് ആണെങ്കിൽ എനിക്കിത് ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇത് ചെയ്ത് കഴിഞ്ഞാൽ നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഇങ്ങോട്ട് കയറി ഒരുപാട് മണ്ട. എന്നിട്ട് അവനിരുന്ന് പറയും ഞാൻ ഏജന്റാണ്. ഞാനിവിടെ മസാജ് തെറാപ്പിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. അല്ലാതെ ഇവനെപ്പോലെ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കേണ്ട. ഞാൻ പറഞ്ഞു ഞാനിവിടെ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്. എനിക്ക് പണിയുള്ളപ്പോൾ ഞാൻ ആ പണി ചെയ്യും, ഇല്ലാത്തപ്പോൾ ഞാൻ പറയില്ല. ഞാൻ ഇതുപോലെ കൺസ്ട്രക്ഷൻ വർക്കിന് പോകുന്നുണ്ട്, പ്ലംബിങ്ങിൻ്റെ പണിക്ക് പോകുന്നുണ്ട്, വയറിങ്ങിൻ്റെ പണിക്ക് പോകുന്നുണ്ട്. എല്ലാ പണിയുണ്ട്. നമുക്ക് ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെ നാട്ടുകാരെ പറ്റിച്ച് ഇവനെ പോലെ ഒരിക്കലും ജീവിക്കാൻ വേണ്ടി ഞാൻ നിൽക്കുകയില്ല. അത് ഇവനൊക്കെ കൊണ്ട് ഇത്രയും പൈസ കൊടുത്ത ആൾക്കാരാരാന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്. അവരുടെ ഈ മണ്ടനേക്കില്ലേ എന്തൊരു പൈസ കൊണ്ട് കൊടുത്തേക്കെന്ന് അറിയാവോ? ഇപ്പൊ കിട്ടും വിസ, ഇന്ന് കിട്ടും വിസ, നാളെ കിട്ടും വിസ, 3 മാസം 4 മാസം കൊണ്ട് കിട്ടും. ഇങ്ങനെ ഈ ആൾക്കാരായിട്ട് വന്നവരുടെ അവസ്ഥ അതിലും വലിയ കഷ്ടം. ഈ കഥയിൽ ഇവന്റെ ചാനൽ എന്നെ കാണിക്കത്തില്ല. കാണിച്ചു കഴിഞ്ഞ് ഇവൻ കൊണ്ടുവന്ന ആൾക്കാർ കാണും. സത്യം അറിയും. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. തനിയെ നിനക്കെതിരെയുള്ള പണിയുണ്ടോ തനിയേ വരും. അതിനകത്തൊരു കുഴപ്പമില്ല. ഞാൻ അതിന് വേണ്ടിയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കും. നമുക്ക് മെല്ലെ റീച്ചൊക്കെ മതി. നിന്നെ ആൾക്കാർ അറിഞ്ഞോളും. നിൻ്റെ ഈ കള്ളത്തരമൊന്നും അധികം നാളില്ല. അത് നിന്നെ ഉറപ്പായിട്ട് നിന്നെ ഈ ഇതിന് വെളിച്ചത്തിൽ കൊണ്ടുവരും. നിന്നെ എന്നിട്ട് മറ്റേ 1 കോടി രൂപയുടെ സാധനമുണ്ടല്ലോ അത് ഞാൻ എടുത്തിടാം. തെളിവ് വരട്ടെ കേട്ടോ.
Российский полиция. എനിക്ക് ടൈം ഒരിക്കലും പോകുന്നില്ല. എനിക്ക് ടൈമൊക്കെ ഉണ്ട്. എനിക്ക് നിന്നെപ്പോലെ ഈ നാട്ടുകാരെ പറ്റിച്ചിരിക്കുന്ന പരിപാടിയൊന്നുമല്ല. എനിക്കെൻ്റെ ജോലി കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് സമയവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരുപാട് സമയമുണ്ട്. കുഴപ്പമില്ല. സമയം എടുത്ത് നിനക്കുള്ള പണി തന്നോളും. നീ വീഡിയോ ഇട്. Поймат എന്നിട്ട് тебя. എന്നിട്ട് മറ്റേ വിഴുങ്ങുവാ. തുപ്പല് വിഴുങ്ങുവാണ്. തുപ്പല് വിഴുങ്ങി എങ്ങാണ്ടാന്നാ തോന്നുന്നത്. കണ്ടേ? Быстро они найдут тебя. വിഴുങ്ങും ഇപ്പൊ. Они сейчас поиск тебя. Ты Челябинск живут. ഉഫ്. ആരോ പറഞ്ഞ് കിട്ടി ഞാൻ ഇവിടെ താമസിക്കുന്നെന്നുള്ളത്. അത്രയും സാധനവും വെച്ചിട്ട് ഇതും വെച്ചിട്ടും ഒക്കെയാണ് ഇറങ്ങിയിരിക്കുന്നത്. എടാ ഞാൻ പറ്റിച്ചിട്ട് ജീവിക്കുന്നവനല്ലടാ നാട്ടുകാര്. അത് നീ ഒന്നും മനസ്സിലാക്ക്. ഒരു minute. എന്തോ സാധനം പറഞ്ഞിട്ടുണ്ട്, നോക്കട്ടെ. ഒരു വീഡിയോ നീ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്, അത് നോക്കണം. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഇതിലൂടെ പറയുന്നുണ്ട് നിന്റെ വീഡിയോയിലൂടെ. പറ. അതിനുള്ള വ്യക്തമായ ആൻസർ ആണ് ഞാൻ നിന്റെ ഈ ഈ വീഡിയോയിൽ മലയാളത്തിൽ പറയണേ, റഷ്യനിൽ പറയല്ലേ. മലയാളത്തിലാണ് ഇച്ചിരിയെങ്കിലും ഒന്ന് മനസ്സിലാവും. ചോദിക്കുന്നത്. മലയാളത്തിൽ പറഞ്ഞ ഇച്ചിരിയെങ്കിലും ഒന്ന് മനസ്സിലാവും. റഷ്യനിൽ പറയല്ലേ. ദൈവത്തെ ഓർത്ത്. Вы загружает на YouTube. Будущее. റഷ്യനാ നമുക്ക് ഇവൻ പറയുന്നതാ പറയുന്നത്. എനിക്കത് കേട്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. റഷ്യനാണോ എന്തോ അവൻ പറയുന്നെന്നുള്ള കാര്യം. മലയാളം തന്നെ മനസ്സിലാവുന്നില്ല. പിന്നാണ് ഇവൻ്റെ ഇത് എന്താന്നുള്ള കാര്യം. നോക്കട്ടെ. You will go to the Russian jail. നമ്മൾ ജയിലിൽ പോകുന്നൊക്കെയാണ് പറയുന്നത്. ജയിലിൽ പോകുന്ന ആരാന്നുള്ള കാര്യം കാണാം നമുക്ക്. നീയാണോ ഞാനാന്നുള്ള കാര്യം നമുക്ക് കാണാം ഭാവിയിൽ. എന്നുള്ളത് നിനക്കറിയാം. എന്താ ഇനി മുന്നോട്ടേക്ക്. Какой certificate тебе есть, мне покажу. ഉടായ്പിലൂടെയും റഷ്യയിൽ ഒരു ബാക്ക് എടുത്ത് നോക്കാം. എല്ലാ അവസരവും നീ തന്നെയാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. എഴുതി വെച്ചെങ്ങാണ്ട പറയുന്നെന്ന് തോന്നുന്നു കേട്ടോ. റഷ്യനൊക്കെ അറിയാവുന്ന ഇംഗ്ലീഷ് പക്ഷെ എനിക്ക് വയ്യ. ഇംഗ്ലീഷ് എനിക്ക് മനസ്സിലായി കേട്ടോ എന്താണ്ട് ഇച്ചിരിയെങ്കിലും. മറ്റേത് എഴുതി വെച്ചിട്ടെങ്ങാണ്ടാ പറഞ്ഞത്. എനിക്കെതിരെയുള്ള മറ്റേ ഇവിടെ പോകുന്നു, ജയിലിൽ പോകുന്നു, എന്തോങ്ങാണ്ടൊക്കെയാണ് ഇരുന്ന് പറയുന്നത്. ആർക്കറിയാം. പിന്നെന്താ നീ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോ നീ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട്. അപ്പം നീ ജയിലിലേക്ക് പോകാനുള്ള എല്ലാ അവസരവും നീ തന്നെയാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനല്ലടാ മണ്ട ജയിലിൽ പോകുന്നത്, നീയാണ് പോകുന്നത് നാട്ടുകാരെ പറ്റിച്ചിട്ട്. അതിനുള്ള കാരണങ്ങൾ നീ എനിക്ക് കറക്റ്റ് ആയിട്ട് തെളിയിച്ച് തന്നിരിക്കണം. കാരണം ഞാൻ എന്നോട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇവന് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ ഇവൻ ആരാ? പക്ക ഫ്രോഡ്, പൊട്ടൻ, മണ്ടൻ. ഈ മണ്ടനൊക്കെ വന്നിരുന്നിട്ട് ഞാൻ എന്ത് പറയാനായിട്ട് ബാക്കി കേൾക്കാൻ. ഇതൊക്കെ ക്വസ്റ്റ്യൻ. ഇവനെ റഷ്യനിൽ എഴുതി വെച്ചിട്ട് എന്താണ്ടാ ചോദിച്ചേക്കുന്ന ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടേ അറിയാം. ഇത് എൻ്റെ വീഡിയോ കേട്ടോ. എന്നാൽ അവനെന്താ ഇത് ഒന്ന് ആലോചിച്ച് നോക്കണ്ടേ. നല്ല രീതിയിൽ ആ വീഡിയോ എടുത്ത് ആൾക്കാരേക്ക് ഒന്ന് കാണിക്കണ്ടേ. എൻ്റെ ഫോട്ടോ മാത്രം കാണിക്കുന്നത്, എൻ്റെ ചാനലിലേക്ക് ഒന്ന് ആൾക്കാർ അറിയണ്ടേ. അത് ചെയ്യത്തില്ല. അത് ചെയ്യാതെ ഈ മണ്ടൻ എൻ്റെ ഇത് മാത്രം എടുത്ത് വെച്ചിട്ടൊരു ഫോട്ടോ, ആ പടം 3 ഫോട്ടോ ഉണ്ട് കയ്യിൽ, 3 4 ഫോട്ടോ. അത് വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് തിരിച്ചു മറിച്ചു വിട്ടു. ഉറക്കമൊന്നുമില്ല ഇവന്. മെസ്സേജ് അയക്കുക, ഫോൺ ചെയ്യുക, ഇതൊക്കെയാണ് പരിപാടി. ഇങ്ങനെ ഇരുന്ന് ഫോൺ ചെയ്യുക, മെസ്സേജ് അയക്കുക. പുരു പൊട്ടിയിട്ടിരിക്കുന്നതാണ്. എടാ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, മനസ്സിലായി. നീ എന്തോരം പൈസ കട്ടിട്ടുണ്ടോ അതെല്ലാം നിന്നെ കൊണ്ട് ഇറക്കിപ്പിക്കുന്നത് യാതൊരു മാറ്റമില്ല. അതുകൊണ്ട് നമുക്ക് ബാക്കി നോക്കട്ടെ എന്നാന്നുള്ളത്. അവർ റഷ്യനിൽ ചോദിച്ച ചോദ്യമാണ്. എനിക്കത് മനസ്സിലായിട്ടില്ല. ഇവൻ എഴുതി വെച്ചിട്ട് എന്തോ സംസാരിക്കുന്നതാണ്. റഷ്യനാണോ പറഞ്ഞെന്നുള്ള കാര്യം കോള് വന്നായിരുന്നു അതിനിടയ്ക്ക്. അത് കാരണം നമുക്ക് വീഡിയോയിലൂടെ ഇവൻ പല തട്ടിപ്പിലും ഉടായ്പിലൂടെയും റഷ്യയിൽ ഒരു സ്പാ മസാജ് തെറാപ്പി, ഇറോട്ടിക് മസാജ്, അങ്ങനെ എന്തെങ്കിലും ഒരു മസാജ് എന്തൊക്കെ ചെയ്തിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ സ്പാ മസാജ്, ഇറോട്ടിക് മസാജ് തെറാപ്പി, ഈ എറോട്ടിക് മസാജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവനാണ് ആ പരിപാടികളുള്ളത്. ഇവൻ്റെ പഴയ ഗോവൻ കാന്തോളിയൻ കഥകളുണ്ട്. അതൊരു സീരിയസ് ആയിട്ട് വേണം ഇറക്കാം. അതുപോലെ തന്നെ മുർമോൺസ് മറ്റേ നീ നിന്ന സ്ഥലത്തെ അതും ഒരു കഥ നമുക്കൊരു എപ്പിസോഡായിട്ട് നമുക്ക് ഇറക്കാം. ഒക്കെ ഉണ്ട്. ഇവൻ കള്ളനാണ്. നിങ്ങൾ ഇവനെ ഒന്നും വിശ്വസിക്കരുത്. ഞാൻ ഇപ്പോഴും പറയുവാണ്, ഇവനെ എന്ത് വിശ്വസിച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത്? എനിക്കൊരു ഐഡിയ കിട്ടി ഇതിനകത്ത്. എത്തിപ്പറ്റിയ സാധാരണ ആൾക്കാരെങ്ങനെ വരുന്നത്? ഫ്ലൈറ്റിലല്ലേ അങ്ങനെ വരുന്നത്. പിന്നെ റഷ്യ Какой сертификат тебе есть, мне покажу. Мне нужно. Я уже покажу мои документы, все документы я уже покажу. ഞാൻ എൻ്റെ എല്ലാ ഡോക്യുമെന്റുകളും എൻ്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും
ഇവൻ്റെ എല്ലാ ഡോക്യുമെന്റും കാണിക്കുന്നത് ഞാനെന്തിനാ എൻ്റെ ഡോക്യുമെന്റ് എടുത്ത് ഇവനെ കാണിക്കേണ്ട ആവശ്യം എന്തിനാണ്? ഇവൻ ആരാ? ഞാൻ ഇവനെ പോലെ പൊട്ടനാണോ? ഡോക്യുമെന്റ് ഒക്കെ എടുത്തത് എനിക്ക് വയാന ബില്ലറ്റ് ഉണ്ട്, എനിക്ക് റഷ്യൻ പാസ്പോർട്ട് ഉണ്ട്, എനിക്ക് റഷ്യൻ സിറ്റിസൺഷിപ്പ് ഉണ്ട്, എനിക്ക് റഷ്യൻ അറിയാം, റഷ്യയിൽ ഞാൻ ആനയാണ്, ചേനയാണ്, മാടയാണെന്നൊന്നും എനിക്ക് പറയേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അതൊക്കെ നീ ചെയ്യുന്നത്, നീ ഫ്രോഡ് ആയതുകൊണ്ട് നിനക്കതൊക്കെ കാണിച്ചിട്ട് വേണം ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആൾക്കാരെ പറ്റി ജീവിക്കുന്നതല്ല. എനിക്ക് നിന്നെ ഒന്നും എടുത്ത് എൻ്റെ ഡോക്യുമെന്റ് കാണിച്ചിട്ട് ഒരാവശ്യമില്ല. ഇവൻ എന്തിനാ എൻ്റെ ഡോക്യുമെന്റ് കാണിക്കുന്നേ ഈ മണ്ടനെ? കാണിച്ചിട്ടുണ്ട്. അവനുള്ള ഡോക്യുമെന്റ് എല്ലാം എനിക്ക് കാണിക്കണം. എന്തൊക്കെ എന്തിന്റെ ആവശ്യം? സംഭവം അതെനിക്ക് ഇവൻ നാട്ടുകാരെ പറ്റിച്ച് കാശുണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നു, വിസ തട്ടിപ്പ് ചെയ്തിട്ട്. മനസ്സിലായോ? അപ്പൊ ഇവൻ അതൊക്കെ കാണിച്ചിട്ട് വേണം കാശുണ്ടാക്കട്ടെ. ഞാൻ ആരെയും ഇവിടെ വിസ ചെയ്യുന്നുമില്ല, ആരെയും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുമില്ല, ആരെങ്കിലും കാശും മേടിച്ചിട്ടില്ല. അപ്പൊ നമ്മളിത് ചോദ്യം ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കണം, നീ നിനക്ക് ഡോക്യുമെന്റ് ഉണ്ടോ? നീ റഷ്യക്കാരനാണോ? ഈ പൊട്ടന്റെ വിചാരം ഇപ്പോഴും ഇവൻ മാത്രമേ ഉള്ളതാണ് ഇവിടെ ഒരു റഷ്യക്കാരൻ എന്നൊക്കെ ഇവൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. വല്ലാത്ത സംഭവമൊക്കെ തന്നെ. നോക്കാം മുന്നോട്ടേക്ക്. നീ എനിക്ക് കാണിക്കണം. നീ കുറെ വർഷമായിട്ട് റഷ്യയിലുള്ള ആളല്ലേ. നിന്നെ എന്ത് അപ്പൊ എനിക്ക് കാണിക്കാൻ നിന്റെ വേണ്ടിയിട്ടാ? വീഡിയോയിലൂടെ വൈകുന്ന ബില്ലത്ത് നിനക്ക് നാളെ വീഡിയോ ചെയ്യാം. ആ നാളെ ഞാൻ എന്ന് വീഡിയോ ചെയ്യണോ നാളെ വീഡിയോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. നീ എപ്പോൾ വീഡിയോ ചെയ്താലും ഞാൻ വീഡിയോ ചെയ്യുന്നതിനെക്കെതിരെ നിന്നെ പൂട്ടിക്കാതുണ്ടല്ലോ, ഞാൻ ആ നിർത്തൂല മോനെ. എനിക്ക് നിന്റെ ആ വൈകുന്ന ബില്ലത്ത് നീ എനിക്ക് കാണിച്ചു തരാം. ഞാൻ എന്റെ വീഡിയോയിലൂടെ ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇവൻ വയാന ബില്ലറ്റ് കാണിച്ചു തരാം. ഇവന് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? ഇവൻ ഇതൊക്കെയുണ്ട്. നിങ്ങളെപ്പോലുള്ള സാധാരണ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഈ മണ്ടൻ കാണിക്കുന്ന പരിപാടിയാണ്. എനിക്ക് ആരെയും പറ്റിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്തിനാണ് എൻ്റെ ഡോക്യുമെന്റ് എടുത്ത് ഇവനെ എടുത്ത് കാണിക്കെടുക്കേണ്ട ആവശ്യം? ഞാൻ ചെയ്യത്തില്ല. എനിക്ക് എൻ്റെ ആവശ്യമില്ല. എനിക്ക് നാട്ടുകാരെ പറ്റിക്കണ്ട. മനസ്സിലായോ? കള്ളന്മാർക്ക് അതിൻ്റെ ആവശ്യം. അപ്പൊ അതിനുള്ള ഒരു തെളിവെന്നുള്ള രീതിയിൽ നീ എനിക്കത് കാണിച്ചു തരണം. നിന്റെ വൈകുന്ന ബില്ലത്ത് എന്താണ്, നിന്റെ കയ്യിൽ ആ സാധനം ഉണ്ടോ എന്നുള്ളത് എനിക്കത് കാണിച്ചു തരണം. നീ റഷ്യയില് അതുപോലെ തന്നെ അതിന്റെ താഴെ വന്നിട്ട് അവനെ മണിച്ചിത്ര താഴെ പൂട്ടണം എന്ന് പറഞ്ഞിട്ട് അവൻ ഇത് എൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെയാണ്. ഈ ഇവിടെ അത് ഇവരെല്ലാവരും ഇവിടെയുള്ള ആൾക്കാർ തന്നെ. ഇവനെ എല്ലാ ആൾക്കാരും നോട്ടോട്ട് വെച്ചേക്കും. ഇവിടെയുള്ള നമ്മൾ റഷ്യക്കാരിൽ അവൻ്റെ ഫോട്ടോ പോയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് ഈ സാധനമൊക്കെ എടുത്തിട്ട് ഇവൻ്റെ ഇതിനകത്ത് കൊണ്ട് കാണിക്കുവാണ്. ഇവൻ മറ്റേ നമ്മുടെ ഈ സ്റ്റാർ ബ്ലോഗ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ യൂട്യൂബിൽ മോസ്കോയിൽ ഇതുപോലെ ചെയ്യുന്ന പിള്ളേരുണ്ട്. ഞാൻ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവരുടെ വീഡിയോയിലാണ് ഫസ്റ്റ് ഇവൻ വന്ന് പറയുന്ന സാധനം. ആ വീഡിയോ എടുത്തിട്ടാണ് ഞാൻ ഈ ഇതാക്കിയിട്ട്. അപ്പം അതിനകത്ത് അവർ കേസ് കൊടുക്കും മറ്റേ ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇവനെ പറയുന്നത് ഇവന് കൊള്ളുമ്പോൾ പൊള്ളുന്നു എടുക്കുന്നതൊക്കെ ഉണ്ട്. മറ്റവന്മാരെ പറയുമ്പോഴത്തേനും കുഴപ്പമില്ല. ഞാൻ ആ പിള്ളേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവന്മാർക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അവന്മാരും വിസൈഡ് ഈ സംഭവം ചെയ്തുകൊണ്ട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന പോലെയാണ് സംഭവം, ഇതിൻ്റെ കാര്യങ്ങളില്ല ബ്രൂ, ഞങ്ങൾ പരിപാടികളും ഞങ്ങളിപ്പോൾ ടൂറിസവും ഞങ്ങളിതുപോലെ സ്റ്റുഡൻസ് വിസയുടെ പരിപാടിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഈ പരിപാടി ഞാൻ പറഞ്ഞു ചെയ്യരുത്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അവർ വന്നിട്ട് 1 കൊല്ലം പോലും ആയിട്ടില്ല പിള്ളേർ വന്നിട്ട്. ഇവനെന്ന് വെച്ചാൽ ഇത് എത്ര കൊല്ലമാണെന്നറിയാം ഇവനിവിടെ? ഏകദേശം ഒരു 8 കൊല്ലം. എനിക്ക് എന്തായാലും ഇനിയിപ്പോൾ 15 കൊല്ലവും 16 കൊല്ലം അത്രയൊന്നും ആയിട്ടൊന്നുമില്ല. ഏകദേശം ഒരു 10-11 കൊല്ലത്തിനുള്ളിലൊക്കെ ആയി കാണാം. അത്രയൊക്കെ കാണത്തില്ല, അതിന് മേലെയൊന്നും കാണാൻ വഴിയില്ല. അപ്പം അവർക്ക് സംഭവം പിടികിട്ടി. അവർ പറഞ്ഞു ഇല്ല ബ്രോ ഞങ്ങളുടെ ഈ പരിപാടിയില്ല. അപ്പോൾ അത് കഴിഞ്ഞാണ് ഇവൻ അവർക്കെതിരെയായി. അവന്മാർക്ക് ആൾ കൂടുമ്പോഴത്തേക്കും ആൾക്കാരെ അങ്ങനെയൊക്കെ പറയും. ഇവരുടെ പ്രശ്നമുണ്ട്. അപ്പം ഇവരെ ശരിക്കും പറയാം 2 ആൾക്കാരെയും ഞാൻ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ട്. ആദ്യം ഈ ഇജാസ് എന്ന് പറയുമ്പോൾ മണ്ടൻ്റെ വീഡിയോ ഉണ്ട്. ഇവൻ 5 കൊല്ലമായിട്ട് വീഡിയോ ഇടും. നമുക്കൊരു കോമഡി പീസ് ആയിരുന്നു ഇവൻ്റെ സംഭവം എന്ന് വെച്ചാൽ. ഇവൻ പണ്ട് വീഡിയോ ഇടും, ഇവൻ ഡാൻസ് കളിക്കുന്നു, മറ്റേ എഴുതി നോക്കൂ റഷ്യയിലെ ചില ഇൻഫർമേഷൻ വീഡിയോ ആ സമയത്ത്. അപ്പോൾ അത് കേട്ട് പിന്നെ 2 കൊല്ലമായിട്ടുള്ള ഇവന് വിസ തട്ടിപ്പിലോട്ട് ഇറങ്ങിയിട്ട് ഭയങ്കരമായിട്ട് നല്ല പൈസ ഉണ്ടാക്കി ഇവൻ ഇറങ്ങിയിട്ട്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഇവനെ നോട്ടം ഇടുന്നത്. ഇവൻ്റെ ഈ വിസ തട്ടിപ്പിൻ്റെ സംഗതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവന്മാരിടുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ പിള്ളേരെയും ഇവന്മാർ യൂട്യൂബ് ചാനൽ, നമ്മൾ റഷ്യയിലുള്ളതാണല്ലോ, നമ്മളിവിടെ ആരെന്ത് വീഡിയോ കാര്യങ്ങൾ നമ്മൾ ചുമ്മാ നോക്കും ഇവിടെ എന്തൊക്കെയുണ്ട്, എങ്ങനെ കാര്യങ്ങൾ വ്ലോഗ് ചെയ്യുന്ന ആൾക്കാരെ മറ്റുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ നോക്കിയപ്പോൾ ഈ 2 പേരെ നമ്പർ കിട്ടി. 2 പേരെ നമ്പറാണ്. 2 പേരെ വാട്സപ്പിൽ ഞാൻ മെസ്സേജ് അയക്കും, ബ്രൂ ഇതുപോലെ ജോലി എന്തെങ്കിലും കിട്ടുമോ, ഞാനിതുപോലെ റഷ്യയിൽ വന്നിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര വർത്താനമൊക്കെയാണ്. ഇവൻ ഭയങ്കര തള്ളാണ്. അതുപോലെ എനിക്കിതുണ്ട് അവൻ അപ്പോഴെല്ലാം ഇവൻ എപ്പോഴും പറഞ്ഞു എനിക്ക് സിറ്റിസൺഷിപ്പ്, എനിക്ക് പൗരത്വം, ഞാൻ റഷ്യൻ പൗരനാണ്. ചേട്ടേ നീ ആദ്യം ഇന്ത്യൻ പൗരനായിരുന്നടാ, നീ എന്തോ ഇന്ത്യനെ ഇതാക്കുന്ന രീതിയിലാണല്ലോ. നീ ആദ്യം നമ്മുടെ നാടിനെ ഈ നാടിനെല്ലാം നീ സ്നേഹിച്ചോ, കുഴപ്പമൊന്നുമില്ല. 2 നാടിനെ നമ്മൾ നിൽക്കുന്ന നാടിനെ സ്നേഹിക്കണം, കാരണം നമുക്ക് അന്നം തരുന്നതാണ്. പക്ഷേ ആ നാടിനെ പറ്റിക്കുന്ന പോലെ പരിപാടി ക്രിമിനൽ കേസൊന്നും ചെയ്യരുത്. മനസ്സിലായോ? അപ്പം ഞാൻ ഇവന്മാർ അങ്ങനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾക്കിതൊരു രസമാണ്. ഇവന്മാർ മെസ്സേജ് അയക്കുന്നു. അപ്പോൾ ഇവന്മാർ ഞാൻ പ്രൈസ് ലിസ്റ്റ് അയച്ചായിട്ട് മറ്റേ വിസയുടെ പ്രൈസ് ലിസ്റ്റ് ടിക്കറ്റ് ചാർജ് അത് ഇത് മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ചാമ്പന്ന് പൈസയൊക്കെ ഉണ്ടല്ലോ, അതോടൊക്കെ അതൊക്കെ പിന്നീട്. ഇപ്പോൾ എന്തായാലും ഈ കാര്യങ്ങൾ ഇവരെ നേരത്തെ മുതലേ നോട്ടം ഉണ്ടായിരുന്നതാണ് ഈ പറഞ്ഞ 2 പേര്. അവൻ മറ്റേ പയ്യനെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞപ്പോൾ അവൻ ഈ പരിപാടി മനസ്സിലായി, ചേട്ടാ നമുക്കത് അറിയത്തില്ല, ഞങ്ങൾ ഈ പരിപാടി നടത്തി ഇത് വിട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ അവർക്കെതിരെ ഇതുപോലെ വീഡിയോ ഇട്ട് സംഗതി ആ വീഡിയോ എന്നാണ് ഞാൻ ഇവനെ ഇതാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് ഇവൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ ഇവനെതിരെ ഇടുന്നത്. കാരണം ഇനി ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ഈ വിസയുടെ പരിപാടി ഒന്നും നടക്കാൻ പോകുന്നില്ല ഇവിടെ. ഇതൊക്കെ തീർന്ന്. കാരണം ഗവൺമെൻറ് സ്ട്രിക്റ്റ് ആക്കി വന്നു തുടങ്ങിയൊരു കാരണം ഒന്നാമത് ഇല്ലീഗൽ വിസയാണ്. രണ്ടാമത്തെ കാര്യം ഇവന്മാർ ചെയ്യുന്നത് ഈ നിയമപരമായ കാര്യം. ഇവൻ്റെ സിറ്റിസൺഷിപ്പ്, അതായത് ഇവിടുത്തെ രാജ്യത്തിൻ്റെ പൗരത്വം വെച്ച് ദുർവിനിയോഗം ചെയ്യുവാണ്.
ഇവനൊരു സംഗതിയൊന്നുമില്ല ഇവിടെ. ഇവനിവിടെ എന്ത് തേങ്ങ ഉണ്ട് ഇത് ചെയ്യാൻ വേണ്ടി? ഇവൻ എന്തൊരു ട്രാവൽ കമ്പനി ഉണ്ടോ? ഒരു തേങ്ങ. ഇവൻ ആയുർവേദ തെറാപ്പിസ്റ്റായിട്ട് ഇങ്ങോട്ട് ജോലി ചെയ്യുവാണ് ഇവനിവിടെ. വേറെ ഇവന് അല്ലാതെ വേറെ സംഭവ കാര്യങ്ങളോ ഇവൻ്റെ അടുത്ത് ഒന്നുമില്ല. നിങ്ങൾ വിശ്വസിക്കല്ലേ ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും. എൻ്റെ പൊന്നുമക്കളെ, പണിയെടുത്ത് ജീവിക്കുക. അല്ലാതെ ഇവൻ്റെ ഞാൻ എന്തായാലും നമുക്ക് വളരെ കുറച്ച് കേൾക്കാൻ സുഹൃത്തുക്കൾ വന്നിട്ട് എഴുതിയിട്ടുണ്ട്, മണിച്ചിത്രത്താഴ പൂട്ടിട്ടിട്ട് നീ പൂട്ടാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് മണിച്ചിത്രത്തായിട്ട് തന്നെ പൂട്ടും. ഇനി അതല്ല വേറെ എന്തെങ്കിലും പൂട്ടുണ്ടേ നിന്നെ പൂട്ടാൻ അത് വിട്ടും പൂട്ടും. ഞാൻ കൈ ഇങ്ങനെ വെച്ച് തരാം നീ പൂട്ടാൻ വേണ്ടിട്ട്. എടാ നീ ആണ് മോനാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല രീതിയിൽ സംസാരിക്കുകയാണ്. ഒരാളെ കുറിച്ചിട്ട് മോശമായി വിമർശിക്കുമെന്ന സമയത്ത് അതിനുള്ള തെളിവ് നിന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതായത് അതായത് നീ അതിനുള്ള തെളിവ് നിന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതാണ് തെളിവ് വേണമെന്നാണ് റഷ്യനിൽ പറഞ്ഞത്. എന്തായാലും നീ മലയാളത്തിൽ പറയുന്നതുകൊണ്ട് കാര്യമായി ഇല്ലേ? റഷ്യനിലൊന്നും മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ്. ആണ് എന്റെ വീഡിയോ എന്റെ അധികാരമില്ലാതെ നിനക്ക് യൂട്യൂബിൽ ഇടാൻ പെർമിഷൻ തന്നത്. ദിസ് മൈ റെസറേഷൻ. എടാ മണ്ടൻ പൊട്ടൻ, മറ്റേ ഇവന്മാരോട് പറഞ്ഞ സ്റ്റാർലിങ്കിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. ഇവൻ്റെ ചാനൽ കാണുന്ന ആൾക്കാർ നോക്കിയാൽ എടാ മണ്ടൻ പൊട്ട എന്തോ മറ്റേ പയ്യൻ്റെ പേര് വിളിച്ചിട്ട് എടാ ഈ ഇന്ത്യൻ നിയമപ്രകാരം പ്രധാനമന്ത്രിയെ വരെ പറയാൻ നമുക്കിതുണ്ട്, ട്രോളാൻ വേണ്ടിയിട്ടുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞ മണ്ടനാണ്. ഇപ്പോൾ ഇവന് ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്കിന് ഇവന് പൊള്ളുവാണ്, ഇവന് കുരു പൊട്ടിയിട്ട് ഇവന് ഉറക്കമില്ല. ഞാൻ പറഞ്ഞേ, ഇവനെനിക്ക് മെസ്സേജ് അയക്കുക, ഫോൺ ചെയ്യുക, കോൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് എന്നെ കോൾ ചെയ്യുവാണ്. എനിക്കറിയില്ല എന്തൊക്കെയൊക്കെയോ ഈ ചെറുക്കൻ പാതിരാത്രി. ഞാൻ പണിയും കഴിഞ്ഞ് നമ്മുടെ പരിപാടിയും കഴിഞ്ഞ് ഇതെല്ലാം വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നു രാത്രി ആകുമ്പോഴത്തേക്കിന് വിളിയോട് പറ്റും. പക്ഷേ ഞാൻ ഫോൺ സൈലൻറ്റ് വെക്കും. നമുക്ക് രാവിലെ അലാറം വെച്ച് എഴുന്നേക്കണ്ടേ? ഈ പൊട്ടനാണെങ്കിൽ ഫോൺ സൈലൻറ്റ് വെച്ച് വെക്കാം. പക്ഷേ പിന്നെ ഒരു മറ്റേ ചെറിയ ക്ലോക്ക് ഉണ്ട്, അതിനകത്ത് ഇപ്പോൾ അലാറം വെച്ചേക്കുന്നത്. ഇവൻ്റെ ശല്യം കാരണം ഫോൺ സൈലൻറ്റ്, മെസ്സേജ് അയക്കും. ഇവന് ഉറക്കമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഈ വീഡിയോ എടുത്തില്ലേ, ഈ വീഡിയോ കാണും. ഈ വീഡിയോ കണ്ടിട്ട് രാത്രി ഉറക്കമില്ല. ഇവൻ ഉറക്കമില്ലാതിരുന്ന് നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. പക്ഷെ അത് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഇവനെ പൂട്ടും. കാരണം പറ്റിച്ച് ജീവിക്കല്ലേ, പണിയെടുത്ത് ജീവിക്കടാ. എന്തിനാ പറ്റിച്ച് ജീവിക്കുന്നത്? എന്താണ്ടൊക്കെ ആലോചിച്ച് എടുത്തിട്ടൊക്കെ പറയുന്നത്. യൂട്യൂബ് വീഡിയോ എന്റെ സമ്മതപ്രകാരം അല്ലാതെ ഇവന്റെ സമ്മതപ്രകാരം അല്ലാതെ യൂട്യൂബ് വീഡിയോ അതിന്റെ സാധനമാണ് ഞാൻ നിന്നോട് കുറച്ചു മുമ്പേ പറഞ്ഞത്. നിന്റെ നല്ല 6 വേണമെങ്കിലും എടുത്തിട്ടാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന അധികാരം ഉണ്ടെന്നല്ലേ നീ പറഞ്ഞത്. നീ ആ മറ്റേ സ്റ്റാർലിങ്ക് പയ്യന്മാരോട് പറഞ്ഞ ഇവൻ മറന്നുപോയോ? അപ്പൊ ഇവനെ പറയുമ്പോൾ സത്യം പറയാൻ പൊള്ളുമ്പോഴത്തേക്കിന് എനിക്ക് കുരു കിട്ടുന്നതാണ്. ആക്കി കേൾക്കാം. കുറേ ഉണ്ടെന്ന് ഇന്നത്തെ കാര്യം. ഈ പൊട്ടൻ ഈ പറയുന്നത് എന്ത് പൊട്ടത്തരാന്ന് പോലും അറിയത്തില്ല. ഇനി നിങ്ങൾ നോക്കണം, ഇപ്പം തന്നെ വീഡിയോ കുറേ ലെങ്തായി. നമ്മൾ ഈ ആൾക്കാരെയൊക്കെ എടുത്തിട്ട് ചുമ്മാ ഇതാക്കുന്നതിൻ്റെ പരിധി. ഒന്നെങ്കിൽ ഇവൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവണം. അതുമില്ല. ഒരു ഇതും ഇല്ലാത്തവൻ എന്ത് ചെയ്യാൻ വേണ്ടെന്നുള്ള കാര്യം. എന്തായാലും നമുക്ക് ചുമ്മാ ഒന്ന് ഓടിച്ചു വിടാം. എന്തൊക്കെ എന്ത് ഗെയിം എന്റെ പൊന്നുമോനെ, നീ മലയാളത്തിൽ പറ. അത് തന്നെ ഞാൻ എങ്ങനെയൊക്കെ ഒന്ന് മനസ്സിലാക്കാം. റഷ്യനിലൊക്കെ പറഞ്ഞു പോലീസ് ആൾക്കാർ പറയുന്നുണ്ട്. എന്താണാവും ഒരാളെ കുറിച്ച് മോശമായ കാര്യങ്ങൾ വിമർശിക്കാൻ ആർക്കും അധികാരം ഉണ്ടടാ? ഇന്ത്യൻ പ്രസിഡന്റിനെ വരെ വിമർശിക്കാൻ അധികാരം ഉണ്ടെന്നല്ലേ നീ തന്നെ നിന്റെ ചാനലിനകത്ത് പറഞ്ഞേക്കുന്നത്. സത്യസന്ധമായ രീതി കാര്യങ്ങളാ തന്നെ ആയതുകൊണ്ടാടാ വന്നിരുന്നിട്ട് പറയുന്നത്. ഈ മരമണ്ടൻ ഈ പരപ്പൊട്ടനെയൊക്കെ എന്ത് ചെയ്യാനാ? ഞാൻ ഇപ്പോഴും ആലോചിക്കുവാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. അതും അധികം നാൾ ഉണ്ടാവില്ല. ഉടനെ തന്നെ കാര്യങ്ങളൊക്കെ തീരും. ആൻസർ കൂടി നിന്റെ കയ്യിൽ തട്ടിപ്പിലൂടെ 5 കൊല്ലം ഞാൻ 16 കൊല്ലം ഏതെങ്കിലും വീഡിയോയിൽ പറഞ്ഞു. ഇവൻ 16 കൊല്ലം നിങ്ങൾ അവന്റെ വീഡിയോ നോക്കി. ഇവൻ പറഞ്ഞ 2009 വന്നെന്നാ പറഞ്ഞത്. 2009 2025 നോക്കും. ഇവന്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞു തരാം. അപ്പോൾ 16 കൊല്ലമായി കൂട്ടി നോക്കുമ്പോൾ. ഇവന് 1991 ഇവന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. ഇവന്റെ ബർത്ത്ഡേ ആവില്ല. കഴിഞ്ഞ ഇന്നല്ലേ 14. അന്ന് 14 ഏപ്രിൽ 14 ഇവൻ ജനിച്ചത്. അപ്പം അതെല്ലാം ഞാൻ ആ ഫസ്റ്റ് വീഡിയോയ്ക്കകത്ത് അത് പറയുന്നത്. ഇവനോട് തീരെ ബുദ്ധിയും ബോധമില്ല. ഈ മണ്ടൻ എനിക്കറിയത്തില്ല. ഈ മണ്ടൻ എന്ത് ഇവൻ തന്നെ പറഞ്ഞ കാര്യമാണ്. അത് ഞാൻ പറയുന്നതാണ് ഇവനോട്. ഈ മണ്ടൻ അതുപോലും അറിയത്തില്ല. അപ്പം നമ്മൾ കൂട്ടി നോക്കുമ്പോൾ എത്രേ? 16 കൊല്ലം. ഇപ്പം ഇവൻ 24 വയസ്സ് പുറകിലോട്ട് നോക്കുമ്പോൾ 18 വയസ്സുള്ളപ്പോൾ ഇവൻ റഷ്യയിൽ വന്ന് ഞാൻ കൂട്ടി നോക്കിയിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവനൊരു 11 കൊല്ലത്തിനുള്ളിലെങ്ങാണ്ടൊക്കെ ആയിട്ടേ ഉള്ളൂ. എന്തൊക്കെയോ കള്ളത്തരങ്ങളൊക്കെ ഇരുന്ന് പറയുന്നതാണ്. നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി എന്തോരം ബുദ്ധിമുട്ടാന്നുള്ള കാര്യം ആലോചിച്ച് നോക്കിയേ. നാട്ടുകാരുടെ കാശിന് തിന്ന് കൊഴുത്തിരിക്കുവാണ്, ഒരു പണിക്കും പോവാതെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ കൂട്ടും. എന്താ നോക്കാം. എന്തോ വിസയുടെ കാര്യം പറഞ്ഞു നോക്കാം നമുക്ക് എന്താന്നുള്ള കാര്യം.
പ്ലീസ്. അവർക്കൊക്കെ അറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ റഷ്യയിൽ വന്നതാണ്. നീ വെറും 5 കൊല്ലം മാത്രം. എടാ, റഷ്യയിലുള്ള എല്ലാ ലീഗൽ ഡോക്യുമെന്റ്സും എന്റെ ഞാൻ എത്ര കൊല്ലമായെന്ന് ഇവനോട് ഞാൻ പറഞ്ഞു എൻ്റെ ഡോക്യുമെന്റ് കാണിക്കുമോ, ഞാനിവിടെ എത്ര കൊല്ലമായെന്നോ, ഇതൊന്നും ഇവനോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ എന്തിനു പറയാൻ വേണ്ടിയിട്ടാണ് ഇവനോട് ഈ തട്ടിപ്പ് നടത്തി നാട്ടുകാരെ പറ്റി ജീവിക്കുന്ന ഇവനോട് ഞാൻ എന്തിനു പറയാൻ വേണ്ടിയിട്ട്? ഞാൻ ഇങ്ങനെ ഒന്നും ആൾക്കാരുടെ അടുക്ക് വന്നിട്ട് ഞാൻ ഇത്ര കൊല്ലമായി റഷ്യ, എനിക്ക് ഇന്ന ഡോക്യുമെന്റ് ഉണ്ട്, ഞാൻ ഇന്ന വലിയ ഇതാണ്, ഞാനൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല മോനെ. ഇത്രയും കാലം നമുക്കൊരു യൂട്യൂബ് ചാനലും ഇല്ല, നിന്നെ പിടിക്കാൻ വേണ്ടി തന്നായിട്ട് ഈ ചാനൽ തുടങ്ങി. ഇങ്ങനത്തെ ഈ വെട്ടിപ്പ് സംഭവം വന്നപ്പോഴത്തേക്കിനാണ് എന്നെ പിടിക്കുന്ന മലയാളികൾക്ക് തന്നെ പേരുദോഷമായി തുടങ്ങി. എത്ര ആൾക്കാർ പിള്ളേർ ഇവിടെ കൊണ്ട് പറ്റിച്ചേക്കുന്നതെന്ന് അറിയാമോ? നമ്മൾ സീരിയസ്, നമ്മൾ ചില്ലറ പരിപാടിയല്ല, ലക്ഷങ്ങളാ കോടികളാ ഇവന്മാർ ഉണ്ടാക്കുന്നത്. ഒരാളിൽ നിന്നൊക്കെ എന്തോരം വരുമാനം എന്നുള്ള കാര്യം അറിയാമോ? കേൾക്കാൻ പറ്റും. കയ്യിലുണ്ട്. അത് ഞാൻ ജനങ്ങളെ കാണിപ്പിച്ച് നിങ്ങൾ റഷ്യയിൽ വരണം, നിങ്ങൾ റഷ്യയിൽ വന്നേ പറ്റൂ, റഷ്യ വളരെ പിന്നെ ഒരു വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും എന്നൊന്നും ഞാൻ ആരെയും പറഞ്ഞ് കണ്ടോ? അവനിപ്പം നമ്മൾ ഈ സാധനങ്ങൾ പറഞ്ഞിട്ടില്ലെന്നൊക്കെ അവൻ പറഞ്ഞത്. അതായത് ഇത്ര 1 ലക്ഷം രൂപ കൊടുക്കും നിങ്ങൾക്ക് ഇവിടെ, എത്ര ഇവൻ പറഞ്ഞിട്ടുണ്ട്, 50,000 60,000 രൂപ സാലറി വിത്ത് മറ്റേ ഒരു കാര്യം മനസ്സിലാക്കി, ഈ വിസയിലൊക്കെ വന്ന് ഇവിടെ ഒന്ന് പണിയെടുക്കുന്ന നിങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. 11 മണിക്കൂർ 12 മണിക്കൂറൊക്കെ പണി. ഇവനൊക്കെ നിന്നെയൊക്കെ വെച്ച് നിങ്ങളെയൊക്കെ വെച്ച് കാശുണ്ടാക്കി തിന്നു കൊഴുത്തിരിക്കുക ചെയ്യുന്നത്, മനസ്സിലായോ? നിങ്ങളെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇതിൻ്റെ ഈ വിസയുടെ സംഭവങ്ങൾ ചെയ്ത് നല്ല പൈസയും മേടിച്ചിട്ട് ഇവരൊന്നും പണിക്കുമ്പോൾ അത് വെറുതെ ഇരിക്കുക റൂമൊക്കെ എടുത്തിട്ടിട്ട്. ചുമ്മാതെ പേരിന് വേണേ പോവായിരിക്കും, വെറുതെ അവിടെ പോയിട്ട് നിൽക്കുന്നു കൊടുക്കുന്നു. എന്നാലും കഷ്ടപ്പെടാം. ഈ വരുമാനം ഉണ്ടെങ്കിൽ ഇത്രയും പണിയെടുക്കേണ്ട. ഇവൻ മസാജറാണ്, ഇപ്പോൾ ഇവന് മസാജ് ചെയ്യേണ്ട ചേട്ടയ്ക്ക് പോവായിരിക്കും എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട്. എന്നാലും കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ എനിക്കതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും അറിയത്തില്ല, അതെന്തെങ്കിലും ആട്ടെ. ഇവൻ നിങ്ങളിവിടെ വന്നിട്ട് 11 മണിക്കൂർ പണിയെടുക്കണം, നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം അവധി ഉണ്ടോ എന്നുള്ള കാര്യം എന്താണെന്നുള്ള കാര്യത്തിൽ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ഇമാര് ചെയ്യുന്ന ഇതൊന്നും, പിന്നെ ഈ 3 കൊല്ലം കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് വീണ്ടും ഈ വിസ റിന്യൂവൽ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെയും പൈസ മുടക്കണം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഗൾഫിൽ വരുന്ന ഇപ്പോൾ നിങ്ങൾക്കൊരു കമ്പനി, ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണ്, ഗൾഫിൽ ഒരു കമ്പനി നിങ്ങളെ ഇമിറ്റേറ്റ് ചെയ്ത് നിങ്ങളെ കൊണ്ടുവരുന്നു, ഒരു വിസ ചെയ്തിട്ട് നിങ്ങൾ കയറി വരുന്നു, ആ കമ്പനിയുടെ ഇതിലാണ്, ആ കമ്പനി നിങ്ങൾ ആ കമ്പനി നിർത്തി പോകുമ്പോൾ നിങ്ങൾക്ക് ആ വിസയും കൊണ്ട് വേറെ കമ്പനിയിൽ പോകാൻ പറ്റൂല. ഇവന്മാർ എടുത്തു തരുന്ന വിസ അങ്ങനത്തെയാണ്. ആ വിസയും കൊണ്ടൊക്കെ വേറെ എവിടെയെങ്കിലും പോകും. അതുകൊണ്ട് ഒരു ലീഗലായിട്ട് ഒരു സംഗതി നടക്കത്തുള്ളൂ. വെറുതെ പൈസയും ഇവിടെ വന്ന് പണിയെടുത്ത് ഇവന്മാർക്ക് കാശ് നിങ്ങൾ കൊടുക്കാന്നുള്ള, ഇവന്മാരൊക്കെ വളരാന്നുള്ളതല്ല, വേറെ വലിയ ഗുണമൊന്നുമില്ല. കേൾക്കുന്നവർ കേൾക്കുക, ഇനിയിപ്പോൾ ബാക്കിയൊക്കെ എന്തോ ആട്ടെ. എന്തായാലും ആൾക്കാർ തിരിയും, ഉടനെ തന്നെ സംഗതി വരുമെന്ന്. ഞാൻ പറഞ്ഞില്ല, എല്ലാവരും എല്ലാ കാലവും പറ്റിക്കാൻ പറ്റില്ല. ഞാൻ കൺസൾട്ടൻസി വഴി പേപ്പർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ അറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം കഷ്ടപ്പാടാണ്, നല്ല കഷ്ടപ്പാടുണ്ട്. അത്രയ്ക്ക് കഷ്ടപ്പാടുണ്ടാക്കി വന്ന നാട്ടുകാരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിപ്പെടുത്തേണ്ട വല്ല ആവശ്യമുണ്ട് അവരോട് ഈ സംഭവങ്ങൾ പറഞ്ഞിട്ട്? ആടാ, നീ പറയുന്നുണ്ട് കഷ്ടപ്പാടാന്നുള്ള കാര്യം, പക്ഷെ നീ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിന്റെ ഒരു വിഴുക്കമുണ്ടല്ലോ, തുപ്പൽ വിഴുങ്ങി, അതങ്ങ് വിഴുങ്ങും, മനസ്സിലായോ? പറയേണ്ട കാര്യങ്ങൾ പറയത്തില്ല, അതൊക്കെ അങ്ങ് വിഴുങ്ങും. ഇത്ര മണിക്കൂർ പണിയെടുക്കണം പറയുന്നുണ്ട്, ഇത്ര സാലറികളോ ഓക്കെ ആയിക്കോട്ടെ. എന്നാൽ വിസയുടെ കാര്യങ്ങളും ബാക്കിയുള്ള ഉടായ്പ കാര്യങ്ങൾ പറഞ്ഞില്ല, അതൊക്കെ അവനങ്ങ് വിഴുങ്ങും, തുപ്പൽ വിഴുങ്ങിയാ നോക്കിയത്. ചില ഇങ്ങനെയൊക്കെ വിഴുങ്ങിയിട്ടൊക്കെ ഇരിക്കുന്നതാണ്. എനിക്ക് വയ്യ, ഞാൻ ഇപ്പൊ തന്നെ കുറെ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂട്ടി കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വിസ ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഇവന് ബോധവും കാര്യങ്ങളും ഇല്ലാതെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ വേണ്ട. മാന്യമായ രീതിയിൽ സംസാരിച്ചിട്ട് കാര്യമില്ല. ഇവനൊക്കെ പക്ക ഫ്രോഡാണ്, മോഷണിക്കാണ്. റഷ്യൻ ലാംഗ്വേജിൽ സ്കാമർ ഇങ്ങനെ മോഷണിക്ക് എന്ന് പറയും, ഫ്രോഡിനെ. നീ അങ്ങനെ വല്ലതെങ്കിലും പറഞ്ഞ് 4 വീഡിയോ എങ്കിലും ഇടുക കേട്ടോ, മനസ്സിലാവുന്നല്ലോ. ആ 2 വാക്കുകളാണ് സൂട്ടബിൾ ആയിട്ട് പോകുന്നത്. ഈ റഷ്യനിൽ എന്താണ്ടൊക്കെ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലായില്ല. ഇവിടെയുള്ള ഇന്ത്യക്കാരെങ്കിലും എൻ്റെ വീഡിയോ റഷ്യൻ അറിയാവുന്ന ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം പ്ലീസ്. ഇവൻ ഈ പറയുന്ന റഷ്യൻ നിങ്ങൾക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇവൻ പറയുന്ന മലയാളം എനിക്ക് മനസ്സിലാവുന്നില്ല, പിന്നെ ഞാനെങ്ങനെ റഷ്യൻ മനസ്സിലാക്കാം? എൻ്റെ ബുദ്ധിമുട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇതിനെക്കുറിച്ചുള്ള. ഈ ആളുകൾ നിർബന്ധിച്ചിട്ടില്ല. നാട്ടിൽ നിന്ന് ആളുകൾ വളരെ ബുദ്ധിമുട്ടി ഒരു അന്യനാട്ടിൽ പോയി ജോലി, ഒട്ടനവധി സ്വപ്നങ്ങളായിട്ട് ആൾക്കാർ കയറി വരുന്നതാണ്. അവർക്ക് ഓൾറെഡി കടം ഉണ്ടായിരിക്കാം, പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഈ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ നാട് വിട്ട് അന്യനാട്ടിലോട്ട് കുടുംബത്തെയും വിട്ട് എല്ലാ ആൾക്കാരെയും വിട്ടും ഇങ്ങനെ വരുന്നത്. ഞാൻ അടക്കം നമ്മളെല്ലാ ആൾക്കാരും, ഞാൻ അങ്ങനെ വന്നത്. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അന്യനാട്ടിൽ പോയി പണിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൈസ കൂടുതൽ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ച് നമ്മൾ വരുന്നതാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മളെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അവർ വരാൻ വേണ്ടിയിട്ടാണല്ലോ, ഇവർക്ക് ഓൾറെഡി കടമുള്ള ആൾക്കാരായിരിക്കും. കയറി വരാൻ വേണ്ടി ഇവർ പറയുന്ന തുക, ഇത്രയും വലിയ തുക കൊടുക്കണം. അവരെന്ത് ചെയ്യും? ഒന്നെങ്കിൽ ആരുടെയും കയ്യിൽ നിന്ന് വീടോ അല്ല പൈസ, ആരുടെയും നിന്ന് പൈസ കടം മേടിക്കുകയോ, അല്ലെ വീട് പണയം വെച്ചിട്ട് പൈസ എടുക്കുകയോ, അല്ല അമ്മയുടെ അപ്പൻ്റെ ഭാര്യയുടെയോ മക്കളുടെയോ സ്വർണ്ണമാലയോ സ്വർണ്ണം കൊണ്ട് പണയം വെച്ച് എടുത്ത് അത്രയും കഷ്ടപ്പെട്ട് കടത്തിന് മേലെ കടവുമായിട്ട് അവൻ ഇങ്ങോട്ട് കയറി വരുന്നത്, മനസ്സിലായി? ഇതൊന്നും ഈ കള്ള നാറിയൊക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. കാരണം ഇവനൊക്കെ ഈ പറ്റിച്ച് ജീവിക്കുന്നവന്മാരാണ്. അപ്പം അവർ ഇവിടെ വരുമ്പോഴത്തേക്കിനും അവരെന്നിട്ട് പണിയെടുത്തോണം. നിങ്ങൾ പട്ടിനെ പോലെ അങ്ങ് പണിയെടുക്ക്.
പണിയെടുത്തിട്ട് കാശുണ്ടാക്കി നിങ്ങൾ ഞങ്ങൾക്ക് ഇവന്മാർക്കും പൈസ കൊടുത്തിട്ട് ഞാൻ പറയാം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഈ ലീഗലായിട്ടുള്ള വിസയാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ കോൺടാക്ട് ചെയ്യും. ഇവിടെ വേറെയും ഇവനെപ്പോലുള്ള ഫ്രോഡുകളുണ്ടല്ലോ, ഇങ്ങനത്തെ യൂട്യൂബ് ചാനൽ തുടങ്ങി വെച്ച് നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രോഡുകളുണ്ടല്ലോ, ഇവനെയൊന്നും വിശ്വസിക്കരുത്. ഇവൻ പറയുന്നുണ്ട് ഞാൻ ഏജൻ്റ് ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ വന്നിട്ട് ഈ തട്ടിപ്പ് വന്നിട്ട് പറയേണ്ട വലിയ ആവശ്യമുണ്ട്. നിങ്ങളതൊന്നും മനസ്സിലാക്കുക. സാധാരണ കോമൺ സെൻസ് വെച്ചിട്ടെങ്കിലും ഇവനെ വിശ്വസിച്ച് ആര് പൈസ, ഞാൻ പറയും ഇത്രയും പൈസയൊക്കെ ആര് കൊടുത്തെന്ന് ഞാൻ ഈ ആലോചിക്കുന്നത്. ഇവൻ ഒരിക്കലും ഇവൻ്റെ ചാനലിൽ കൊണ്ടുപോയിട്ട് എൻ്റെ വീഡിയോ കാണിക്കത്തില്ല. ഇവൻ എൻ്റെ ഫോട്ടോസും ചില സാധനങ്ങളും എടുത്തിട്ട് ഇങ്ങനെ കൊണ്ട് കാണിക്കും, അല്ല എന്തെങ്കിലും ഉടായ്പ സാധനങ്ങൾ എനിക്കെതിരെ സാധനങ്ങളായിട്ട് കൊണ്ടുവരും നിങ്ങളുടെ ഇതുകൊണ്ട്. എനിക്കതൊന്നും പ്രശ്നമുള്ള കാര്യമേ അല്ല. കാരണം ഇവൻ എന്തൊക്കെ ചെയ്താലും ഇവൻ യൂട്യൂബിൽ ഇവൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തിരിച്ച് ഞാൻ വീഡിയോ ഇട്ടിരിക്കും. അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. കാരണം ഇവൻ ഈ ചെയ്യുന്ന തട്ടിപ്പാണ്. ഇവൻ ചില്ലറ പൈസയല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവനെ ഞാൻ പൂട്ടും. അതിനകത്ത് 100-150% ഉറപ്പാണ്. ഇവനെ ഞാൻ പൂട്ടിയിരിക്കും. നിങ്ങൾ ഇനിയെങ്കിലും ആരെങ്കിലും പൈസ കൊടുത്തിട്ടുള്ളവരുണ്ടെങ്കിൽ ഇവൻ്റെ അടുത്ത് പൈസ എന്താ പറയുക തിരിച്ചു മേടിക്കുക. പിന്നെ ഇനി വിസയുടെ പൈസ കാര്യങ്ങളൊക്കെ നടക്കുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഗവൺമെൻറ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇവൻ എക്സാമിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവനുള്ള സമയത്ത് ആ എക്സാം വലിയ കുഴപ്പമോ കാര്യങ്ങളൊന്നും ഇല്ലാതാണ് ഇവൻ ഈ റഷ്യൻ ഭാഷയിലുള്ള എക്സാമിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയെന്നൊക്കെ ഇവൻ പറയുന്നത്. അല്ല ഇവൻ ആ സമയത്ത് കിട്ടിയത്. കാരണം അന്ന് ആ സമയത്ത് റൂമിൽ എക്സാം ഹോളിൽ ക്യാമറയൊന്നുമില്ല. ഇപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ പഴയതുപോലൊന്നുമല്ല. റഷ്യയിൽ ഭയങ്കരമായിട്ട് കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആണ്. ഇങ്ങനത്തെ ഒരു ഉടായ്പ പരിപാടിയോ നടക്കത്തില്ല. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെയൊക്കെ വന്ന് എന്തെങ്കിലുമായിട്ട് പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകത്തേ ഉള്ളൂ. നിങ്ങൾ തന്നെ കാണുന്നതല്ലേ ഒരു മലയാളി പെട്ടുപോയതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. ലെങ്ത്ത് കൂടിപ്പോയി കേട്ടോ. ഞാനതുകൊണ്ട് ഇവൻ്റെ ഈ വർത്തമാനം കാരണം ഇനി ഞാൻ മാക്സിമം ഞാൻ ഇത് ചെയ്യാം, ലെങ്ത്ത് കുറച്ചിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്ക് കാണാം. ഇനി എന്തായാലും വീഡിയോ ഇടും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ എന്നാൽ.